ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ വാണ്ട്സ് അഗെയിൻസ്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓവർ റഷ്യൻ ഓയിൽ. റഷ്യയുടെ ഓയിൽ വാങ്ങുന്ന ആൾക്കാർക്കെതിരെ, രാജ്യങ്ങൾക്കെതിരെ 500% താരിഫ്, 500% ടാക്സ് ഏർപ്പെടുത്തും എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് നിൽക്കുന്ന ചില ആൾക്കാരും ഒപ്പം നാറ്റോയുടെ ചീഫായ മാർക്ക് റുട്ടിയും പറഞ്ഞിരിക്കുന്നു. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ്, ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിന്റെ ചീഫാണ് മാർക്ക് റുട്ടി. മാർക്ക് റുട്ടി അല്ല, ഡൊണാൾഡ് ടസ്ക് ആണെന്നാണ് അല്ലേ. നാറ്റോയുടെ ചീഫ് എൻ്റെ വിശ്വാസം ഡൊണാൾഡ് ടസ്ക് ആണെന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞ തെറ്റിപ്പോയെന്ന് തോന്നുന്നു. മാർക്ക് റുട്ടിയാണ്. ഡൊണാൾഡ് ടസ്ക് പോളണ്ടിന്റെ പ്രൈം മിനിസ്റ്ററാണ്. ഡൊണാൾഡ് ടസ്ക് മാർക്ക് റുട്ടി തന്നെയാണ്. മാർക്ക് റുട്ടി ഇതാ ഇവിടെ ഉണ്ട്. മാർക്ക് റുട്ടി, MARK, മാർക്ക് റുട്ടി, RUTTE, മാർക്ക് റുട്ടി. അപ്പം അദ്ദേഹം ഭീഷണിപ്പെടുത്തി വെക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ചൈനയുടെയും പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഇന്നലെ ഇന്ത്യയുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഓയിൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഓയിൽ വാങ്ങും, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നലെ ഇന്ത്യ വാൺ ചെയ്തിട്ടുണ്ട് അഗെയിൻസ്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓവർ റഷ്യൻ ഓയിൽ എന്ന് പറഞ്ഞു. അപ്പം US പ്ലാൻ ഇതാണ്, 500% താരിഫ്സ് ഏർപ്പെടുത്തുക ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നവരെ ഒക്കെ മുകളിൽ. റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്നവർക്ക് മുകളിലാണ്. റഷ്യക്ക് മുകളിലും വരുമെന്ന് തോന്നുന്നു. റഷ്യക്ക് മുകളിൽ ഓൾറെഡി മൊത്തം സാങ്ഷൻസ് ആണ്. ഈ യുക്രൈൻ റഷ്യ അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ള പരിപാടിയാണ്. ഇതാണ് ഇന്നത്തെ ഹിന്ദുവിലെ അകത്തെ എഡിറ്റോറിയലും. അപ്പൊ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊന്നും വേണ്ട. ഇന്ത്യ ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട്ലി ഗവൺമെന്റ്സ് ഇൻ നേഴ്സ് കേസ് എന്നൊരു ന്യൂസ് ഉണ്ട്. നമുക്കറിയാം നിമിഷപ്രിയ എന്ന് പറയുന്ന നേഴ്സിന്റെ കേസാണ്. അത് യമനിലാണ്. യമനിൽ ആക്ച്വലി കൊലപാതകം നടത്തിയാനാണ് ഈ നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്നത്. അല്ലാതെ അവിടെ പോയി സ്വാതന്ത്ര്യ സമരം നയിച്ചതിന്റെ പേരിലല്ല. അപ്പം അതിനെ ന്യായീകരിച്ചൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു യമൻ പൗരൻ ഇവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. അയാളെ കല്യാണം കഴിക്കുന്നതായിട്ടൊക്കെ പിന്നെ വ്യാജ റെക്കോർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ പുള്ളിക്കാരി. അതിനുശേഷം എന്തായിക്കോട്ടെ, അത് എന്ത് നിലനിൽപ്പിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. പക്ഷെ അവസാനം അയാൾ എന്ത് ചെയ്താലും കില്ല് ചെയ്ത് 100 കഷ്ണമാക്കാനുള്ള ആ ഒരു മനസ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ശിക്ഷ കിട്ടിയ യഥാർത്ഥത്തിൽ വലിയ ദോഷമൊന്നുമില്ല. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും യമന്റെ ക്യാപിറ്റൽ സന ഭരിക്കുന്നത് ഹൂതീസാണ്. അതേസമയത്ത് ബാക്കി ഭാഗങ്ങൾ ഭരിക്കുന്നത് വേറൊരു ഭരണകൂടമാണ്. ഇപ്പൊ രണ്ടുപേരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഇറാനിന് ഹൂതീസിന്റെ മുകളിൽ സ്വാധീനമുണ്ട്. ഇറാന് അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യക്ക് ബാക്കി പ്രദേശങ്ങൾ ഭരിക്കുന്ന ലീഡേഴ്സുമായിട്ട് സ്വാധീനമുണ്ട്. അപ്പം രണ്ട് രാജ്യങ്ങളായിട്ട് നമ്മൾ നന്നായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞ് ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി. എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആവുമെന്ന് കണ്ടറിയാം. പിന്നെ ഈ ഇടയ്ക്ക് ഈ വർഷത്തെ IPL വിൻ ചെയ്യുന്നതൊക്കെ അറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പൊ അവർക്ക് കൊടുത്ത റിസപ്ഷനിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. ആ സ്റ്റാമ്പേഡിൽ ആൾക്കാർ മരിച്ചു. അപ്പൊ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ, ബംഗളൂരു പോലീസ് ഇവരെയൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് ഇറങ്ങിയിരിക്കുന്നത് അന്വേഷണ കമ്മീഷൻ. അതിനെക്കുറിച്ചുള്ള ന്യൂസ്. അതൊന്നും നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പറഞ്ഞതാണ്. ഇത്രയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. ഇനി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജ് സ്റ്റേറ്റ്സ് പേജ്. നോർമൽ ലൈഫ് ഫിറ്റ് ഇൻ ഒഡീഷ അമിഡ് ബന്ദ് ഓവർ കോളേജ് സ്റ്റുഡൻസ് ഡെത്ത്. കോളേജ് സ്റ്റുഡന്റിന്റെ ഡെത്തിനെ കുറിച്ച് ഇന്നലെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആക്ച്വലി എനിക്ക് തോന്നിയൊരു കാര്യം, ഒഡീഷയിൽ ഇപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് 25 വർഷമായിട്ട് നവീൻ പട്നായിക് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം BJP took over the reins of Odisha after dethroning Naveen Patnaik from the post of chief minister in Odisha. അപ്പോൾ now BJP is in driver's seat and a new chief minister was appointed, that is Mohan Maji. മോഹൻ മജി ഈസ് നോട്ട് ദാറ്റ് മച്ച് എക്സ്പീരിയൻസ്ഡ് ഇൻ ഗവേണൻസ്. അതുകൊണ്ടായിരിക്കണം പുള്ളിക്ക് ഇനിഷ്യലി കുറെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒഡീഷയിൽ കുറച്ച് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഒഡീഷ മോഹൻ മജിയാണ് ഭരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി താഴോട്ട് വരുമ്പോൾ ടെമ്പിൾ എൻട്രി കനോട്ട് ബി ഡിലേഡ് ബേസ്ഡ് ഓൺ കാസ്റ്റ് ഇൻ എ കൺട്രി ഗവർൺ ബൈ റൂൾ ഓഫ് ലോ. മദ്രാസ് ഹൈക്കോർട്ട് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇക്വാലിറ്റി ഒക്കെ പറയാം. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ കാസ്റ്റ് ബേസ്ഡ് അൺടച്ചബിലിറ്റി ഉള്ളത്. ഇപ്പോഴും അവിടെ ദളിതർക്ക് കയറാൻ പറ്റാത്ത ക്ഷേത്രങ്ങളുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അപ്പൊ എന്തായാലും അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്തം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂട്ടത്തിൽ ആർട്ടിക്കിൾ 17 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൺടച്ചബിലിറ്റിയുടെ അബോളിഷനെ കുറിച്ച്. അപ്പോൾ മദ്രാസ് ഹൈക്കോർട്ടിന് ഇപ്പോഴും അത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ദയനീയമാണെന്നേ പറയാൻ പറ്റുള്ളൂ.
അതിനടുത്ത സ്റ്റേറ്റിൽ പോകുമ്പോൾ അടുത്ത സ്റ്റേറ്റിൽ ഈ മുകളിലുള്ള ന്യൂസുകളൊന്നും നമുക്ക് വേണ്ട. ഈ ഫോട്ടോയിൽ ഇത് രാജസ്ഥാനിൽ നടന്നൊരു ഇവന്റിന്റെ ഫോട്ടോ ആണ്. ഇത് അമിത് ഷാ, ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ. നിങ്ങൾക്ക് അറിയാം, ഹോം മിനിസ്റ്റർ ആയിട്ടല്ല അദ്ദേഹം ഇതിൽ പങ്കെടുത്തത്, കോഓപ്പറേഷൻ മിനിസ്റ്റർ ആയിട്ടാണ്. ബിക്കോസ് ദിസ് ഇയർ 2025 ഈസ് ദ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്. ഈ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ആണ് ഇവിടെ ഉണ്ടത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ് ആണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്, അതാണ് 2025 എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്ത കോഓപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും അമിത് ഷാ ആണ്. അപ്പൊ കൂടെ നിൽക്കുന്നത് ഇത് ഭജൻലാൽ ശർമ്മയാണ്, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ. ഭജൻലാൽ ശർമ്മ ജയ്പൂരിലാണ് നടന്ന. ജയ്പൂർ രാജസ്ഥാന്റെ ക്യാപിറ്റലാണ്. രാജസ്ഥാൻ എന്നാണ് ഇന്ത്യയിൽ ഏരിയ വൈസ് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ വൈസ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. പിന്നെ ആദിത്യനാഥിനെ കുറിച്ച്, യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് ആയ ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ പോഷൻ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഇത് നമ്മളുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ പോഷകാഹാരക്കുറവായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്കീമുകളുണ്ട്. പിന്നീട് പോഷൻ സ്കീം, അങ്ങനെയുള്ള സ്കീമുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പെർഫോമൻസ് ഒക്കെ അളക്കുന്നതിനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ആപ്പാണ് പോഷൻ ട്രാക്കർ ആപ്പ് എന്ന് പറയുന്നത്. ടുമ്മി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ HD കുമാരസ്വാമിയുടെ ഫോട്ടോ ഇവിടെ കാണാം. ഇന്ത്യയുടെ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ് HD കുമാരസ്വാമി. മോദി മിനിസ്ട്രിയിൽ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് HD കുമാരസ്വാമി. ഓക്കെ, പിന്നീട് പിന്നതാ ഇവിടെ സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ N ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ. രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. ഇവരെല്ലാവരുടെയും ഫോട്ടോകൾ കാണാം. അത് ഓരോരോ ന്യൂസുകളാണ്, പക്ഷെ നമുക്ക് ആവശ്യമില്ല ന്യൂസ് ഒന്നും, അതുകൊണ്ടാണ് ന്യൂസ് ഒന്നും പറയാത്തത്. പിന്നെ ഈ മെട്രോ പ്ലസ് പേജ് ഒന്നും വേണ്ട, അതൊക്കെ ഫ്രൈഡേയിൽ വരുന്നതാണ്. ഇനി നമുക്ക് എഡിറ്റോറിയലിലേക്ക് പോവാം. എഡിറ്റോറിയലിൽ ആദ്യത്തെ എഡിറ്റോറിയൽ ശുഭാംശു ശുക്ലയുടെ ആക്സിയം 4 മിഷൻ വഴി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുമാണ്. അതാണ് ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇനി ശുഭാംശു ശുക്ല, ആഫ്റ്റർ ഗെയിനിങ് എക്സ്പീരിയൻസ് ഫ്രം ദിസ് ആക്സിയം 4 മിഷൻ, he will be a part of India's Gaganyaan mission. India's Science and Technology Minister Jitendra Singh yesterday told press persons that Shubhamshu Shukla's next voyage to space will be in a ISRO made module. ISROയുടെ മൊഡ്യൂളിലായിരിക്കുന്ന, അത് വേറെ ഒന്നുമല്ല, ഗഗൻയാൻ മിഷൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻഡ്, ഇറ്റ് ഈസ് ഷെഡ്യൂൾഡ് ഇൻ ദ ഇയർ ഓഫ് 2027. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ 2027 ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ നടക്കും. 2035 ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നുള്ള പേരിൽ അവിടെ വരും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISSന്റെ അതേ മോഡൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്പേസിൽ ഇന്ത്യയുടെ വരും 2035. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേ പോട്ടെ. അപ്പം എന്തായാലും ഈ ശുഭാംശു ശുക്ലയുടെ ട്രിപ്പിന് വേണ്ടി 500 കോടി രൂപയാണ് ISRO ചെലവാക്കിയത്. അപ്പം 2027 മിഷനിലേക്ക് ഉള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ ഗഗൻയാൻ മിഷന് തന്നെ 20,000 crores ആണ് അതിൻ്റെ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ISROയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും ഒരുപാട് കാര്യങ്ങൾ ഈ ആക്സിയം 4 മിഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് പബ്ലിക്കിനോട് വെളിപ്പെടുത്താനുണ്ട്. അത് വെളിപ്പെടുത്താത്തത് എന്ത് എന്നൊരു സംശയവും ഈ എഡിറ്റോറിയൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശുഭാംശു ശുക്ലയ്ക്ക് ഈ ആക്സിയം മിഷൻ പങ്കെടുത്തത് വഴി അഡ്വാൻസ്ഡ് സ്പേസ് ക്രാഫ്റ്റ് സിസ്റ്റംസിനെ കുറിച്ച്, എമർജൻസി പ്രോട്ടോകോൾസിനെ കുറിച്ച്, സ്പേസിൽ സയന്റിഫിക് പേലോഡ് ഓപ്പറേഷൻസിനെ കുറിച്ച്, മൈക്രോ ഗ്രാവിറ്റി അഡാപ്റ്റേഷനെ കുറിച്ച്, സ്പേസ് മെഡിസിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, സർവൈവൽ ട്രേഡ്സിനെ കുറിച്ച്, ഇതെല്ലാം അദ്ദേഹത്തിന് നല്ല അറിവ് കിട്ടി. അതായിരുന്നു ISROയുടെ ലക്ഷ്യം, ഇത്തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുക. അതിലൊരു മിഷൻ പൈലറ്റായിരുന്നു ഈ പറഞ്ഞ ശുക്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ഓപ്പറേഷൻ, അതായത് ഇപ്പോൾ ഒരു മൊഡ്യൂളിലല്ലേ അവിടെ പോകുന്നത്, ഇതിൽ സ്പേസ് സ്റ്റേഷനായിട്ട് ഡോക്ക് ചെയ്ത് നടത്തണ്ടേ? ഡോക്ക് ചെയ്ത് പറന്ന് പോകൂലേ, പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ? അപ്പോൾ ഈ ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ്
ഓപ്പറേഷൻസിനെ കുറിച്ചും പിന്നെ അറ്റ്മോസ്ഫിയറിക് റീ എൻട്രിയെ കുറിച്ചും അനോമലി മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ്. ഒപ്പം അതുപോലെ ഈ ശുഭാംശു ശുക്ല കൂടുതലും ഓപ്പറേറ്റ് ചെയ്ത് ജാപ്പനീസ് ആൻഡ് യൂറോപ്യൻ മൊഡ്യൂൾസിലാണ്. ജപ്പാനും യൂറോപ്പും റഷ്യയും US ചേർന്നാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ജാപ്പനീസ് ആൻഡ് യൂറോപ്യൻ മൊഡ്യൂൾസിലാണ് കൂടുതൽ ശുക്ലയ്ക്ക് പിന്നീട് പരിശീലനം കിട്ടി. അതുകൊണ്ട് തന്നെ ആദ്യം ജപ്പാനിലും ജർമ്മനിയിലൊക്കെ പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നൊക്കെ ഇത് പറയുന്നുണ്ട്. പിന്നെ ISROയുടെ ചെയർമാൻ നാരായണൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെയാണ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ അതൊക്കെ അവിടെ എഴുതിയേക്കുന്നത്. എന്തായാലും US-ഉം ഇന്ത്യയും ചേർന്ന് അല്ലെങ്കിൽ ISROയും ആക്സിയം എന്ന് പറഞ്ഞ കമ്പനിയും US-ലെ കമ്പനിയും ചേർന്ന് വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്തത്. പക്ഷെ എന്നാലും ഈ ഗഗനചാരികൾ അല്ലെങ്കിൽ ആസ്ട്രോണോട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയിൽ ഇൻസ്പിറേഷണൽ ഫിഗേഴ്സ് ആയിരിക്കും. ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും അവരുടെ അപ്പീൽ എന്ന് പറഞ്ഞാൽ ജനറേഷൻസ് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ശുഭാംശു ശുക്ലയെ പോലുള്ള ഇത്തരത്തിലുള്ള ആസ്ട്രോനോട്ട്സുകളുമായിട്ട് പബ്ലിക്കിന് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കണം. അങ്ങനെ കൂടുതൽ ഇത് പബ്ലിക്കിന് ആക്സസിബിൾ ആക്കണം. അല്ലാതെ ഒരു ഇരുമ്പ് മറയ്ക്കകത്ത് ഇത് മൂടി വയ്ക്കരുത് ഈ അറിവുകളും അതുപോലെ ഈ പറഞ്ഞ ആസ്ട്രോനോട്ട്സിനെ എന്നൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ മിഡിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. മിഡിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസ്. അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയും ചേർന്ന് റഷ്യയുടെ ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 500% ഡ്യൂട്ടീസ് കൊണ്ടുവരാൻ പോയല്ലോ, അതിനെക്കുറിച്ചായത്. അപ്പോൾ എന്തായാലും ട്രംപ് കരുതിയത് 24 മണിക്കൂർ കൊണ്ട് ട്രംപ് അധികാരത്തിൽ വരുന്ന 24 hours കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ്. പക്ഷേ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് റഷ്യയെ അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിനെ വന്ന് പ്രീതിപ്പെടുത്തി അപ്പീസ് ചെയ്ത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അതും കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ട്രംപ് പതുക്കെ ട്രാക്ക് മാറ്റിയ അതിൻ്റെ കാരണം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രഷർ അമേരിക്കയ്ക്ക് മുകളിലുള്ള, ഒപ്പം നാറ്റോയിലെ അമേരിക്കയുടെ പാർട്ട്നേഴ്സിൻ്റെ പ്രഷർ അമേരിക്കയ്ക്ക് മുകളിലുള്ള. അതുകൊണ്ട് അതുമാത്രമല്ല, യുക്രൈൻ്റെ 20% പ്രദേശങ്ങൾ ഓൾറെഡി ഇപ്പോൾ റഷ്യയുടെ കൈ പോയി കഴിഞ്ഞു. ഇനിയും ഓരോ ദിവസവും ഇന്നത്തെ പത്രത്തിലുണ്ട് 2 വില്ലേജസ് യുക്രൈൻ്റെ റഷ്യ പിടിച്ചെടുത്തുന്നു. ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം തന്നെ കംപ്ലീറ്റ്ലി റഷ്യയുടെ കയ്യിലാവും. അതുകൊണ്ട് ഒരു സീസ് ഫയർ എഗ്രിമെൻറ്റിന് ട്രംപ് യുക്രൈനെ പ്രേരിപ്പിച്ചിരുന്നു. അത് ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ലെങ്കിൽ അവസാനം അവർ സമ്മതിച്ചു. റഷ്യയും ഇനിഷ്യലി ട്രംപിൻ്റെ ഈ പീസ് പുഷിന് അനുകൂലമായിരുന്നു. അവരൊരു സീസ് ഫെയർ ഒക്കെ ബ്ലാക്ക് സീയിലൊക്കെ നേവൽ സീസ് ഫെയർ ഒക്കെ അവർ അനൗൺസ് ചെയ്തായിരുന്നു. പിന്നീട് അതുപോലെ ഈ യുക്രൈൻ്റെ എനർജി ഫെസിലിറ്റീസിനെ ഒന്ന് അറ്റാക്ക് ചെയ്യില്ലെന്നൊക്കെ അവർ സമ്മതിച്ചായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ സമ്മതിച്ചെങ്കിലും അതുപോലെ ഈ ടർക്കിയിലെ ഇസ്താംബുളിൽ ഒരു സമാധാന ചർച്ച നടന്നപ്പോൾ അതിലേക്കൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ റഷ്യ വിട്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും US ഇറാനെ അറ്റാക്ക് ചെയ്ത് കിടക്കി. ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിനൊപ്പം ഇറാനെ അറ്റാക്ക് ചെയ്തു US. അങ്ങനെ അറ്റാക്ക് ചെയ്ത സമയത്ത് റഷ്യ യുക്രൈൻ്റെ മുകളിലുള്ള അറ്റാക്സും ആക്സിലറേറ്റ് ചെയ്തു. അവരെ ജനവാസ മേഖലകളും അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസും എല്ലാം റഷ്യ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ട്രംപിനെ ഇരുത്തി ചിന്തിപ്പിച്ചു, ഇങ്ങനെ പോയാൽ പറ്റൂലെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഈ പറഞ്ഞ 500% ടാക്സ് അവരിൽ നിന്ന് ഓയിൽ വാങ്ങുന്നവർക്ക് എതിരെ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. അപ്പോൾ റഷ്യക്ക് മുകളിൽ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് വലിയ ഉപയോഗമില്ലെന്ന് അറിയാം. കാര്യം റഷ്യ US തമ്മിൽ വലിയ ട്രേഡൊന്നുമില്ല. ജസ്റ്റ് $3 ബില്യൺ ട്രേഡ് ഈ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ റഷ്യയുടെ കൂടെ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളുടെ മുകളിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ട് കാര്യമുള്ളതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു കൊണ്ടുവരാൻ പോകണം. പക്ഷേ ഇത് സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും എതിരെയുള്ള ഈ സാങ്ഷൻസ് ആയിട്ടൊന്ന് മാറും. പ്രത്യേകിച്ച് ഈ പണ്ടത്തെ ഇമ്പീരിയലിസ്റ്റിക് വ്യൂവും കൊണ്ട്, പണ്ടത്തെ കൊളോണിയൽ എറയിലെ ഓരോരോ മെത്തേഡും കൊണ്ട്, അതൊക്കെ പണ്ടത്തെ പ്രഷർ ടാക്ടിക്കുകളാണ്. ദരിദ്ര രാജ്യങ്ങളുടെ മുകളിൽ ഇതുപോലുള്ള സാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തി വലിയ കിടിലങ്ങളായിട്ട് മറിഞ്ഞെളിഞ്ഞിരിക്കും. ഇന്ന് അതല്ല സ്ഥിതി. ഈ ബ്രസീൽ നോക്കിയാലും ചൈന നോക്കിയാലും ഇന്ത്യ നോക്കിയാലും വളരെ എക്കണോമിക് ഹെഫ്റ്റുള്ള ലോകത്തിലെ ഏറ്റവും പിന്നീട് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പവേഴ്സാണ്. എന്ന് മാത്രമല്ല ലോകത്തിലെ മൊത്തം എനർജി ഡിമാൻഡിൻ്റെ, പെട്രോളിയം ഡിമാൻഡിൻ്റെ 20% ഇപ്പോൾ ഇന്ത്യ എന്നാണ് വരുന്നത്. ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ സ്റ്റഡി അനുസരിച്ച്. അതിനെക്കുറിച്ച് ഇന്ന് വേറെ പത്രത്തിലുണ്ട്. ആ ഇന്ത്യക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള എനർജി ഡിമാൻഡ്സ് ആണ് ഇന്നുള്ളത്. വളരെ സ്ട്രോങ് എനർജി ഡിമാൻഡാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ US-ൻ്റെ ഒരു പാർട്ട്ണറും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യത്തിന് ദോഷകരമായിട്ടുള്ള ബാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സാങ്ഷനുമായിട്ട് മുമ്പോട്ട് പോയാൽ അത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ടാക്കും. അതുകൊണ്ട് ട്രംപ് ചെയ്യേണ്ടത്
യുക്രൈനോട് അതുപോലെ റഷ്യയോടും ഡിപ്ലോമസി യൂസ് ചെയ്ത് മാക്സിമം അവരെ ഈ ഒരു പീസ് ഡീലിലേക്ക് എത്തിക്കാൻ നോക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ കോയേഴ്സീവ് ടാക്ടിക്സ് ഉപയോഗിച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫെയിൽ. അതാണ് ഈ എഡിറ്റോറിയലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ ആർട്ടിക്കിൾസ് ഒന്നും വായിക്കാൻ വലിയ ഡിഫിക്കൽട്ട് ആർട്ടിക്കിൾസ് ഒന്നും അല്ല. ഈ ആർട്ടിക്കിൾ ഞാൻ എന്തായാലും വായിക്കുന്നില്ല, അത് തീരുമാനിച്ചായിരുന്നു. നിങ്ങൾ ദ പാരാമീറ്റേഴ്സ് ഓഫ് സക്സസ് ഇൻ ബീഹാർസ് പോൾ റിവിഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് എത്ര ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് എഡിറ്റോറിയലും അല്ലാതെ ആർട്ടിക്കിൾസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടെ. SIR-നെ കുറിച്ച്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ ലോസ് ഇൻ ബീഹാർ. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. The same kind of article appeared in today's Hindu newspapers. If you want, you can read it, no problem, because it is all the points related to this subject I already discussed in many classes. So നിങ്ങളത് സ്വന്തമായിട്ട് വായിച്ചു നോക്കുക, അത് ഞാൻ ഡിസ്കസ് ചെയ്യത്തില്ല. ഇനി അതിൻ്റെ താഴെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എ ബെറ്റർ ടെറർ ഫൈറ്റ് വിത്ത് JNK പോലീസ് അണ്ടർ സ്റ്റേറ്റ് റെയിൻസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. ഇതും സിമ്പിൾ ആർട്ടിക്കിളാണ്, വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. നമുക്കെല്ലാം അറിയാം, ഈ ഇടയ്ക്ക് പഹൽഗാമിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായ കാര്യം അറിയാം. അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് നമുക്കറിയാം. ഈ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ ആ ടെററിസ്റ്റ് അറ്റാക്കിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത് കാശ്മീരികളാണ്. കാര്യം കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം കാശ്മീരിൽ പീസ് ആയിരുന്നു. ആ പീസിന്റെ ബേസിൽ കാശ്മീരിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയ ടൂറിസം ഇൻഡസ്ട്രി ഭയങ്കര ബൂം ആയിരുന്നു. ഇന്ത്യ മുഴുവനും നിന്നും അതുപോലെ ഫോറിൻ കൺട്രീസിൽ നിന്നും കാശ്മീരിലേക്ക് ആൾക്കാർ, ടൂറിസ്റ്റുകൾ ഒഴുകി. അത് കാശ്മീരിലെ ആൾക്കാരെ സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവരാക്കി. അതിൻ്റെ മുകളിലാണ് ഈ ടെററിസ്റ്റ് അറ്റാക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ പോലീസ്, ലോക്കൽ പോലീസ്, അവർ അവിടുത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല. അവിടുത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒമർ അബ്ദുള്ള ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗവൺമെൻറ്റാണ്. പക്ഷേ മനോജ് സിൻഹ എന്ന് പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണറിൻ്റെ അണ്ടറിലാണ് അവിടുത്തെ പോലീസ്. അപ്പോൾ പോലീസിനെ എത്രയും പെട്ടെന്ന് അവിടുത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാക്കണം. ഒപ്പം അതുപോലെ ലോക്കൽ ബോഡീസ് ഉണ്ടല്ലോ, നമ്മളെ പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളൊക്കെ, അവരെയും കൂടുതലായിട്ട് അവിടുത്തെ ലോക്കൽ പോലീസുമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം. അതിൻ്റെ കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ ലോക്കൽ ബോഡീസിലുള്ള സർപഞ്ചുമാരും അതുപോലെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള MLA-മാരും ഒക്കെ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കണക്ട് കാണും. അപ്പോൾ ഈ ജനങ്ങളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് മാത്രമേ ടെററിസത്തിനെ മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ലോക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ലാതെ ടെററിസ്റ്റേക്ക് ഈ ഓപ്പറേഷൻസ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ചില വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ടെററിസ്റ്റ് സിമ്പതൈസേഴ്സ് ഈ ലോക്കൽസിൻ്റെ കൂട്ടത്തിൽ കാണും. പക്ഷേ ആ വിസിനിറ്റിലുള്ള മറ്റ് ലോക്കൽസ് ഇതിനൊന്നും സപ്പോർട്ടായിരിക്കത്തില്ല. അപ്പം ആ ലോക്കൽസ് അറിയാതെ പക്ഷേ ഇവിടെ ഒരു മൂവ്മെൻറ്റും നടക്കത്തുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ടെററിസ്റ്റുകളെങ്ങാനും ഉണ്ടായാൽ അത് അവർക്ക് ഈ പട്ടാളത്തിനോടോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം യഥാർത്ഥത്തിൽ അവിടെ ഇപ്പം മെയിൻലി അവിടുത്തെ ഡിഫൻസ് നോക്കിക്കൊണ്ടിരിക്കുന്ന പട്ടാളവും CRPF പോലുള്ള പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെയാണ്. പക്ഷേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരൊരു എലീറ്റ് ഫോഴ്സസ് ആണ് അവരെല്ലാം. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവിടുത്തെ ലോക്കൽ ലെവലുള്ള ആൾക്കാർക്ക്, അവിടുത്തെ പൊതുജനങ്ങൾക്ക് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വൺസ് ലോക്കൽ പോലീസ് അവിടുത്തെ ഗവൺമെൻറ് അണ്ടറിലായി കഴിഞ്ഞ് അവരെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞ് ഒപ്പം അവിടുത്തെ ലോക്കൽ ബോഡീസ്, പഞ്ചായത്തിലേക്കുള്ള സർപഞ്ചുമാരെയും അതുപോലെ ഈ ഏറ്റവും മുകളിൽ നിൽക്കുന്ന MLA-മാരെയും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ജനറൽ പബ്ലിക്കിന് അവരുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചറാണ് കാശ്മീരിൽ ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും താഴെ പോലീസ് ഫോഴ്സസിനെ എംപവർ ചെയ്യണം. ആ പോലീസ് ഫോഴ്സസിനാണ് ഈ ടെററിസത്തിനെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ ഏറ്റവും ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അവരൊക്കെ അവിടുത്തെ ലൊക്കാലിറ്റി അറിയാം, അവിടുത്തെ ലോക്കൽ പീപ്പിളിനെ അറിയാം, അവിടുത്തെ കൾച്ചർ അറിയാം, എല്ലാം അറിയാം. ഒപ്പം അവിടുത്തെ ലോക്കൽ ബോഡീസിനെ എംപവർ ചെയ്യുക, ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ്സിനെ എംപവർ ചെയ്യുക. എന്നിട്ട് അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഡയറക്റ്റ്ലി ഈ ടെററിസത്തിനെ എതിർക്കുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയാൽ അവർ ഈ സർപഞ്ചുമാരുമായിട്ടോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള MLA-മാരുമായിട്ടോ ഒക്കെ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് പോലീസ്, ലോക്കൽ ബോഡീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, MLA, പബ്ലിക്, ഇവരുടെ ഒരു ഇതിലായിരിക്കണം ഫസ്റ്റ് ലെവൽ ഓഫ് ഈ പറഞ്ഞ ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം നടക്കേണ്ടത്. അതിന് മുകളിലായിട്ടാണ് പിന്നെ പട്ടാളവും പാരാമിലിറ്ററി ഫോഴ്സസ് ഒക്കെ വരുന്നത്. അതാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾക്കത് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി അതിനടുത്ത ആർട്ടിക്കിൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സിമ്പിൾ എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ഹെഡിങ് കാണാൻ മനസ്സിലാവും. ഷുഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് റിട്ടയർ അറ്റ് 75? രാഷ്ട്രീയ നേതാക്കന്മാർ 75 വയസ്സിൽ റിട്ടയർ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് RSSന്റെ ചീഫ് മോഹൻ ഭഗവത് കഴിഞ്ഞ ഒരു ദിവസം ഒരു
സ്പീച്ചിൽ പറഞ്ഞു 75 വയസ്സിൽ റിട്ടയർ ചെയ്യണം രാഷ്ട്രീയക്കാരെന്ന്. 75 വയസ്സാവും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ. അപ്പോൾ ആ സെപ്റ്റംബറിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ ഇതായിട്ട് വരുന്നത്. രണ്ടാമത്തതായിട്ട് വരുന്ന വേൾഡ് ഓവറിൽ ഇപ്പം ട്രംപിൻ്റെ ഏജ് ഏതാണ്ട് 80 അടുത്തുണ്ട്. US പ്രസിഡന്റ്. പഴയ US പ്രസിഡന്റായ ജോയ് ബൈഡൻ 82 83 അങ്ങോട്ടുള്ളപ്പോഴാണ് അദ്ദേഹം പ്രസിഡൻസിയിൽ നിന്ന് പോകുന്നത്. അപ്പം അമേരിക്കയിലൊക്കെ അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രസിഡന്റുമാരാകുന്നത്. പക്ഷേ അതേസമയത്ത് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും 40കളിലും 30കളിലുള്ള ലീഡേഴ്സും അവിടുത്തെ ഹെഡ്മാരാവുന്നുണ്ട്. അപ്പോൾ ഏതാണ് നല്ലത്? യങ്സ്റ്റേഴ്സ് ആവുന്നതാണോ നല്ലത്, അതോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെ കേരളത്തിലെ പിണറായിയും അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ മോദിയൊക്കെ പോലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെ ബൈഡനെയും ട്രംപിനെയൊക്കെ പോലുള്ള ഏജുള്ള ലീഡേഴ്സ് ആവുന്നതാണോ നല്ലത്? അതേ രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡേഴ്സിന് ഒരു കട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ഏജ് വെക്കണമോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. സിമ്പിൾ, അത് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് വായിച്ചു നോക്കും. പക്ഷെ അവർ അതിൽ തന്നെ പറയുന്നുണ്ട് 75 വയസ്സാകുമ്പോൾ സെപ്റ്റംബറിൽ മോദി റിട്ടയർ ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല എന്നും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത പേജ് ഹൗ ഈസ് ചൈന ലീഡിങ് ദ ഗ്രീൻ എനർജി സെക്ടർ എന്നൊരു ആർട്ടിക്കിളുണ്ട്. ഹൗ ഈസ് ചൈന ലീഡിങ് ദ ഗ്രീൻ എനർജി സെക്ടർ. അതും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതായത് സോളാർ ഉൾപ്പെടുന്ന ഗ്രീൻ എനർജി സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യം ഇന്ന് ചൈനയാണ്. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ എനർജി, അതായത് ഒരു രീതിയിലുള്ള പൊല്യൂഷൻ ഉണ്ടാക്കാത്ത എനർജിയാണ് ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. ഈ ഗ്രീൻ എനർജി ഫോംസ് ആണ് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോകത്തിൽ അതിൻ്റെ പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ ലോകത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെക്കാളും ഫാർ എഹെഡ് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. അത് എന്തുകൊണ്ടെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തത്. അതും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. വായിച്ചു നോക്കിക്കോളൂ. പിന്നെ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ വൺ കിൽഡ് ആഫ്റ്റർ ആൻ എവിക്ഷൻ ഡ്രൈവ് ഇൻ ആസാം ടേൺസ് വയലന്റ്. അതിലൊന്നും പറയല്ല. അസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആരെന്ന് അറിഞ്ഞിരിക്കണം. ഹിമാന്ത ബിശ്വ ശർമ്മ. അസാം ചീഫ് മിനിസ്റ്ററാണ് ഹിമാന്ത ബിശ്വ ശർമ്മ. അസാമിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ദിസ്പൂരാണ് ആസാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആസാമിൻ്റെ ക്യാപിറ്റൽ. പിന്നെ ഹരിയാനയെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹരിയാനയെക്കുറിച്ചല്ല, ഹരിയാനയിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. നയാബ് സിംഗ് സൈനി. ഹരിയാനയുടെ ക്യാപിറ്റൽ ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഹരിയാനയുടെ മാത്രം ക്യാപിറ്റൽ അല്ല ചണ്ഡീഗഡ്, പഞ്ചാബിൻ്റെയും ക്യാപിറ്റലാണ്. ദാറ്റ്സ് വൈ ചണ്ഡീഗഡ് became a union territory. Chandigarh is the joint capital of Haryana and Punjab. That is why union government made it a union territory. അതുകൊണ്ടാണ് ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത് ചണ്ഡീഗഡിന്. പിന്നെ CISF ട്രെയിൻസ് വിത്ത് ആർമി ടു കോമ്പാറ്റ് സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്നൊരു ന്യൂസ് കാണാം. CISF എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ത്യ ഹാസ് many paramilitary forces. India has many paramilitary forces and one of them is CISF, Central Industrial Security Force. Other paramilitary forces are CRPF, Assam Rifles, BSF, Border Security Force, SSB, Sashastra Seema Bal, ITBP, Indo-Tibetan Border Police, etc. And out of them, the biggest paramilitary force is CRPF, Central Reserve Police Force. India's biggest paramilitary force is CRPF, Central Reserve Police Force. CISF is the paramilitary force which is their main duty is to protect our public government installations like airports, DRDO, then ISRO, ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അവർ ആർമിയുമായിട്ട്, അതുപോലെ പാർലമെൻറ്റ്, ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അപ്പോൾ അവർ ആർമിയുമായിട്ട് ചേർന്ന് നടത്തുന്ന ചില ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ്സിനെ കുറിച്ചാണ് കൂടുതൽ അവരെ കേപ്പബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ആകാശ് പ്രൈം സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ഇൻ ലഡാക്ക് ബൈ ആർമി എന്നൊരു ന്യൂസ് ഉണ്ട്. ആകാശ് പ്രൈം അത് ഇന്ത്യയുടെ ഒരു സർഫസ് ടു എയർ മിസൈലാണ്. ആകാശ് പ്രൈം ഈസ് എ സർഫസ് ടു എയർ മിസൈൽ ഡെവലപ്ഡ് ബൈ DRDO, India's premier Defense Research Organization. What is DRDO? Defense Research and Development Organization. DRDO, Defense Research and Development Organization developed many missiles. Out of them, one is Akash Prime. Akash Prime is a surface to air missile. കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടുന്ന മിസൈലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കണ്ടില്ലേ നമ്മൾ, ആകാശ് മിസൈൽ ആയിരുന്നു ഇന്ത്യയുടെ എയർ ഡിഫൻസ് തീർത്ത ഒരു മെയിൻ സാധനം. പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺസിനെയും മിസൈൽസിനെയൊക്കെ ഇവിടെ നിന്ന് പറന്ന് പൊങ്ങി തകർക്കും ആകാശ്. അപ്പോൾ ആകാശിൻ്റെ അടുത്ത അഡ്വാൻസ്ഡ് വെർഷനാണ് ആകാശ് പ്രൈം. അത് നല്ല സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫെയർ ചെയ്തു.
പിന്നെ പൃഥ്വി ഇന്ത്യയുടെ ഒരു മിസൈലാണ്, പൃഥ്വി 2, അഗ്നി 1, ഇങ്ങനെയൊക്കെ കുറേ മിസൈൽസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടെസ്റ്റ് ഫയറിംഗ് ഇന്നലെ നടന്നു. അതിനെക്കുറിച്ചൊരു ന്യൂസും കാണാം. പിന്നെ NHRCയുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. NHRC, വാട്ട് ഈസ് NHRC? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. NHRCയുടെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. പിന്നെ സുപ്രീം കോർട്ട് ബാക്സ് ST വുമൻസ് ഹെയർസ് ഇൻ പ്രോപ്പർട്ടി റൈറ്റ്സ് കേസ്. പ്രോപ്പർട്ടി അതായത് സ്വത്തവകാശം സ്ത്രീകൾക്ക് പല മതങ്ങളിലും പ്രശ്നമാണ്. ഹിന്ദു മതത്തിൻ്റെ അകത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റിൻ്റെ അത് നമ്മൾ ആ ഹിന്ദു മതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നിട്ടും കേരള സ്റ്റേറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനോമലി നിലനിൽപ്പുണ്ടായിരുന്നു. അത് കേരള ഹൈക്കോടതി ഇടയ്ക്കാണ് പരിഹരിച്ചത്. കുടുംബ സ്വത്തിൽ സ്ത്രീകൾക്കും തുല്യ അവകാശമാണെന്ന് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കേസിൽ. ഇതിലിപ്പോൾ ആദിവാസികളുടെ പൂർവിക സ്വത്തിൽ പുരുഷന്മാർക്കായിരുന്നു പൂർണ്ണ അവകാശം, ആദിവാസികളെ. പക്ഷേ സ്ത്രീകൾക്കും അതുപോലെ തുല്യ അവകാശം ഉണ്ടെന്നല്ല സുപ്രീം കോടതി പറഞ്ഞേക്കുക. കാര്യം ആർട്ടിക്കിൾ 15 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് അവർ ആദ്യം കോട്ട് ചെയ്തേക്കുന്നത്. ആർട്ടിക്കിൾ 15 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്? യാതൊരു വിധത്തിലും ആർട്ടിക്കിൾ 15 states that the state shall not discriminate against any person on grounds of religion, race, caste, sex or place of birth. കാസ്റ്റിൻ്റെയോ സെക്സിൻ്റെയോ റേസിൻ്റെയോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെയോ റിലീജിയൻ്റെയോ ഒന്നും ബേസിൽ രാജ്യം സ്ത്രീയെന്നോ പുരുഷ ഒരു രീതിയിലുള്ള വിവേചനം പാടില്ല. അപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നുള്ള വിവേചനമല്ലേ ഇവിടെ. ആദിവാസി ആയിരുന്നാലും അവർ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എക്സംഷനൊന്നുമില്ല. അവരുടെയും കുടുംബ സ്വത്തിൽ സ്ത്രീക്ക് അവകാശം ഉണ്ടെന്നല്ല സുപ്രീം കോടതി വിധി. പിന്നെ UAPA കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. വാട്ട് ഈസ് UAPA? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് ഭയങ്കര റിജിഡ് ആയിട്ടുള്ളൊരു നിയമമാണ്. ആ നിയമം ഈ 6 മാസം ജാമ്യം പോലും കൊടുക്കാതെ ആൾക്കാരെ ജയിലിടാനൊക്കെ ഉള്ള വകുപ്പ് അതിൻ്റെ അകത്തുണ്ട്. UAPA അൺലോഫുൾ ആണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് ആരോ കോടതി പോയി. അപ്പോൾ ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി അത് കോൺസ്റ്റിറ്റ്യൂഷണൽ തന്നെയാണ്, ഭരണഘടനാപരം തന്നെയാണെന്ന് വിധിച്ചിരിക്കുകയാണ്. അതാണ് അവിടുത്തെ ന്യൂസ്. എൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ബീഹാറിൽ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ പല ഓഫറുകൾ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നു. 125 യൂണിറ്റ് ഓഫ് ഫ്രീ പവർ, അതൊന്നും എഴുതിയെടുക്കേണ്ട. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്ററിൻ്റെ പേര് വന്നിരിക്കുക നിതീഷ് കുമാർ. ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ. പിന്നെ സ്ക്രാപ്പ് ഡിജിറ്റൽ അറ്റൻഡൻസ് സിസ്റ്റം ഫോർ MGNRGS വർക്കേഴ്സ് കോൺഗ്രസ് എന്നൊരു ന്യൂസ് ഉണ്ട്. MGNRGS അറിയാമല്ലോ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. എന്താണ് MGNRGS? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് 2006 കൊണ്ടുവന്നൊരു സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ആ സ്കീം വഴി 100 ദിവസം ആൾക്കാർക്ക് ഗ്രാമീണ മേഖലയിൽ, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അല്ലേ, ഗ്രാമീണ മേഖലയിൽ 100 ദിവസം തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ 100 ദിവസം തൊഴിൽ കൊടുക്കുന്നു. ആർക്ക്? ഗ്രാമീണ മേഖലയിലുള്ള തൊഴിലില്ലാത്ത ആൾക്കാർക്ക്. അതിനുള്ളൊരു വേതനവും കൊടുക്കും. അതാണ് എന്തെന്ന് MGNRGS, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. PAC ഫ്ലാഗ്സ് ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഫെയിലിയർ സീക്സ് റിവ്യൂ എന്നൊക്കെ ന്യൂസ് ഉണ്ട്. അത് വേണ്ട. PAC എന്താണെന്ന് അറിയിക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. വാട്ട് ഈസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? അത് പാർലമെന്റിലൊരു കമ്മിറ്റിയാണ്. പാർലമെന്റിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഇതിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറായിരിക്കും എപ്പോഴും PACയുടെ ചെയർമാൻ ആവുന്നത്. കറന്റ് മെയിൻ ഒപ്പോസിഷൻ പാർട്ടി ഈസ് കോൺഗ്രസ്. സോ Congress leader KC Venugopal is the chairman of PAC, Public Accounts Committee. Public Accounts Committee has the authority to summon CAG of India for various reasons. CAG, ആരാണ് CAG? Comptroller and Auditor General of India. ഇന്ത്യയുടെ ഓഡിറ്റിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ ആൾ CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പുള്ളിയെ സമ്മൺ ചെയ്യാനുള്ള അധികാരം PACക്ക് ഉണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് ഉണ്ട്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചീഫ് ആരാണ്? KC വേണുഗോപാൽ, MP ഫ്രം ആലപ്പുഴ. ആൻഡ് CAG ആരാണ് ഇപ്പോഴത്തെ CAG? സഞ്ജയ് മൂർത്തി, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഓഫ് ഇന്ത്യ. സഞ്ജയ് മൂർത്തി. അതിനടുത്ത പേജ് അമർനാഥ് യാത്ര പുട്ട് ഓൺ ഹോൾഡ് എന്നൊരു ന്യൂസ്. അമർനാഥ് യാത്ര അറിയാമല്ലോ. അമർനാഥ് കേവ് ടെമ്പിളിലേക്ക് കാശ്മീരിൽ നടക്കുന്ന ഒരു പിൽഗ്രിമേജ് ആണ് അമർനാഥ് യാത്ര.
പിന്നെ ശുഭാംശു ശുക്ലയുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ, ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ പിന്നെ കുറച്ച് ദിവസം അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ്, അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ ക്രാഷ് പ്രോബിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എയർ ഇന്ത്യ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 787 ബോയിങ് ഡ്രീം ലൈനർ ഫ്ലൈറ്റ് ക്രാഷ് ആയതിനെ കുറിച്ച് അന്വേഷിച്ചാരാണ്? AIIB ആണ്. അത് പഠിച്ചു വെച്ചോളൂ. AIIB എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള ന്യൂസ് അല്ല. നെക്സ്റ്റ് പേജിൽ പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അത് കൂടുതലും ഈ ബിസിനസ് ന്യൂസുകളായിരുന്നു, അല്ലാതെ വലിയ ന്യൂസ് ഒന്നുമില്ല. വിപ്രോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വിപ്രോ ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് IT കമ്പനീസ് ആണ്, സോഫ്റ്റ്വെയർ കമ്പനീസ് ആണ്. വിപ്രോയുടെ CEO ശ്രീനി പള്ളിയ. പിന്നെ ആക്സിസ് ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആഫ്റ്റർ HDFC ആൻഡ് ICICI ബാങ്ക്, ദാറ്റ് ഈസ് ആക്സിസ് ബാങ്ക്, തേർഡ് ലാർജസ്റ്റ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ DLFനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് DLF. ഇത് അറിഞ്ഞിരിക്കാനുള്ളതാണ്. PNGRB. ഇന്ത്യയിലെ എല്ലാ ഫീൽഡിലും റെഗുലേറ്റേഴ്സ് ഉണ്ട്, എല്ലാ ഫീൽഡിലും. അതിൽ ഒരെണ്ണമാണ് PNGRB. അത് ഏത് ഫീൽഡിലാണെന്ന് അതിൻ്റെ എക്സ്പാൻഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡാണ് PNGRB എന്ന് പറഞ്ഞാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് സെക്ടറിലെ റെഗുലേറ്ററാണ്. അത്രയേ ഉള്ളൂ ഈ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജിൽ ഇതിൽ ചില കാര്യങ്ങൾ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഫ്രഞ്ച് മിലിറ്ററി ലീവ്സ് സെനഗൽ എൻഡിങ് എ 65-year troop presence. Actually, in African continent, many countries were occupied by French people, France. As compared to Britain, the maximum occupation was done by France in the continent of in the continent of Africa. അതേ സമയത്ത് ഇവർ കൂടുതൽ ഏഷ്യയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ആരാണ്? ബ്രിട്ടൻ. അപ്പോൾ ഇതിൽ സെനഗൽ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ രാജ്യമാണ്. സെനഗലിലും ഇതുപോലെ ഫ്രാൻസിൻ്റെ ഓക്യുപ്പേഷൻ ഉണ്ടായിരുന്നു. അത് ഇന്നലെ അവസാനിപ്പിച്ചു. 65 വർഷത്തെ ട്രൂപ്പ് പ്രസൻസ് ഒക്കെ. അവിടുത്തെ ആൾക്കാർ വൻ പ്രശ്നം ഉണ്ടാക്കി എൻ്റെ പേരിൽ. അതാണ് ഈ ഇടയ്ക്ക്. പിന്നെ UKയുടെയും ജർമ്മനിയുടെയും ലീഡേഴ്സിൻ്റെ ഫോട്ടോ കാണാം. UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ. UKയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? കീർ സ്റ്റാമർ. ജർമ്മനിക്ക് പ്രൈം മിനിസ്റ്റർ അല്ല, ചാൻസലറാണ്. അത് ജർമ്മനിയുടെ ചാൻസലറിൻ്റെ പേര് എന്തോ ഫ്രെഡറിക് എന്നായിരുന്നല്ലേ, മെറ്റ് ഫ്രെഡറിക്, അങ്ങനെ എന്തോ അല്ലായിരുന്നു ജർമ്മൻ ചാൻസലറിൻ്റെ പേര്. ഒരു സെക്കൻഡ് ഇപ്പം പറഞ്ഞുതരാം. ഫ്രെഡറിക് മെഴ്സ്. ഞാൻ ഈ മെഴ്സ് ആദ്യം പറഞ്ഞതേ ഉള്ളൂ, രണ്ടാമതാ പറയണ്ടേ. ഫ്രെഡറിക് മെഴ്സ് ഇതാണ് ജർമ്മനിയുടെ ചാൻസലർ. പിന്നെ ഇത് കണ്ടോ, ഇംഗ്ലണ്ടിൽ വോട്ടിംഗ് ഏജ് 18 വയസ്സിൽ നിന്ന് 16 വയസ്സായിട്ട് കുറയ്ക്കാൻ പോകണം. നല്ല കാര്യമാണ്. കാര്യം ഇന്ത്യയിലും വേണമെങ്കിൽ 16 വയസ്സായിട്ട് കുറയ്ക്കാം. കാര്യം എന്താ, ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ 4 വയസ്സാകുമ്പോഴേ നമ്മളെക്കാളും അറിവുള്ളവരായിട്ട് മാറിയാണ്. അപ്പോൾ 16 എന്ന് പറയുന്നൊരു ഏജിൽ അവർ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ നല്ല അവെയർ ആയിട്ടുള്ള മെച്യൂർഡ് സിറ്റിസൺസ് ആയിട്ട് മാറും. സോ ദേ ക്യാൻ ഓൾസോ യൂസ് ദെയർ വോട്ടിംഗ് റൈറ്റ് ടു ഇലക്ട് ദെയർ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻ. ഇത് UK ഗവൺമെൻറ്റിന് അങ്ങനെ തോന്നിയുകൊണ്ട് അവർ 16 വയസ്സായിട്ട് കുറയ്ക്കാൻ പോയി. ഇന്ത്യയിൽ അത് 16 വയസ്സായിട്ട് കുറയ്ക്കണമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ യുക്രൈനിൽ പുതിയ പ്രൈം മിനിസ്റ്റർ, അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. യുക്രൈനിലെ പ്രസിഡന്റിന്റെ പേര് പഠിച്ചാൽ യുക്രൈനിലെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്നത് വോളോഡിമിർ സെലൻസ്കിയാണ് യുക്രൈൻ്റെ പ്രസിഡന്റ്. യുക്രൈൻ്റെ ക്യാപിറ്റൽ ഏതാ? കീവാണ്. യുക്രൈൻ്റെ ക്യാപിറ്റൽ കീവാണ്. യുക്രൈൻ്റെ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. അങ്ങേര് പുതിയ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്ത ഒരു ലേഡി പ്രൈം മിനിസ്റ്ററാണ്, യൂലിയ സിറിഡെങ്കോ എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. അത് വേണമെന്നില്ല. ഇത്രയാണ് വേൾഡ് പേജിൽ. അത് കഴിഞ്ഞ് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ പ്രജ്ഞാനന്ദ, ഇന്ത്യയുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൽ ഒരാളായ ചെസ് പ്ലെയറായ പ്രജ്ഞാനന്ദ ഇന്നലെ മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച
നമ്മളുടെ വേൾഡ് ചാമ്പ്യൻ ഡി ഗുഗേഷ് മാഗ്നസ് കാൾസനെ തോപ്പിച്ചതേ ഉള്ളൂ. മാഗ്നസ് കാൾസനെ തോപ്പിക്കുമ്പോൾ വലിയ ന്യൂസാണ്. ബിക്കോസ് മാഗ്നസ് കാൾസൺ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് ഓഫ് ചെസ്. ഹീസ് ദ കറന്റ് നമ്പർ 1 ഓൾസോ. ഹീസ് ഫ്രം നോർവേക്കാരനാണ് മാഗ്നസ് കാൾസൺ. ഹീസ് ദ കറന്റ് നമ്പർ 1 പ്ലെയർ. പിന്നെ അവിടെ ഒരു ഇതാണ് എന്താണ് പറയുന്നത്, ഗോൾഫായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂർണമെൻറ്റ് ബ്രിട്ടീഷ് ഓപ്പണിനെ കുറിച്ചാണ്. ഗോൾഫിനെ കൺട്രോൾ ചെയ്യുന്ന PGA ആണ്. ഗോൾഫിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ഗോൾഫ് ടൂറൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാണ് PGA മീൻസ് പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. പ്രൊഫഷണൽ ഗോൾഫേഴ്സ് അസോസിയേഷൻ. അത് കഴിഞ്ഞ് അടുത്ത പേജിൽ പോകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊരു ഈവന്റ് ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ട്. സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മൻസുഖ് മാണ്ഡവ്യ ആണ്. സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മൻസുഖ് മാണ്ഡവ്യ. പിന്നെ ഖേലോ ഭാരത് നിധി എന്നൊരു സംഭവം ഇപ്പം വന്നിട്ടുണ്ട്. ഖേലോ ഭാരത് നിധി. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ പുതിയ ഇന്ത്യയുടെ സ്പോർട്സ് പോളിസിയാണ്. ഇങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്നത് ഖേലോ ഭാരത് നിധി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. താങ്ക് യു.